ഈ ചാർട്ടിംഗ് എന്ന് പറഞ്ഞ ടൂള് നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ട ഒരു ടൂളാണ്. അപ്പോൾ ഇതിലൊരു പുതിയൊരു ഫീച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്തവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണ്. ഗൂഗിളിൽ പോയിട്ട് നമ്മൾ നേരെ ചാർട്ടിംഗ് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഓപ്പൺ ചെയ്ത് സാധാരണ നമ്മളിവിടെ സ്ക്രീനേഴ്സിലാണ് പോയിട്ട് നമ്മൾ ഇവിടെ സെലക്ട് ചെയ്യാറ്. സ്ക്രീനേഴ്സ് പോയിട്ട് സെലക്ട് ചെയ്യുമ്പോൾ ഈ ചാർട്ടിങ്ങിൻ്റെ തന്നെ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരുപാട് ഫണ്ടമെൻ്റലി ടെക്നിക്കലി ആയിട്ടുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ ഇവിടെ ഓൾറെഡി ഉണ്ട്. ഇൻട്രാഡേ ചെയ്യാനും അതുപോലെ റേഞ്ച് ബ്രേക്കൗട്ട്, ബുള്ളിഷ് അങ്ങനെയുള്ള ഒരുപാട് സ്ട്രാറ്റജികൾ ഇവിടെ ഉണ്ട്. അതൊന്നല്ല നമുക്കിവിടെ ഉണ്ട്. നമ്മൾ മുകളിൽ വന്നിട്ട് ഇവിടെ ക്രിയേറ്റ് യു ഓൺ കസ്റ്റമൈസ്ഡ് എന്നുള്ള ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതൊരു പുതിയൊരു പേജിലോട്ടാണ് ഇത് പോവുക. അവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു കോളം ഓപ്പൺ ആയിട്ട് വന്നിട്ട് കാണാം. മാജിക് ഫിൽറ്റർ എന്ന് പറഞ്ഞ ഒരു കോളം കൂടി ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ നമ്മൾ അതിൻ്റെ ഫോർമുലയാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് വേണ്ട ഇത് കണ്ടീഷൻ വെച്ചിട്ട് അവിടെ അതിൻ്റെ ഫോർമുല വെച്ചിട്ട് ചെയ്യാറ്. അപ്പോൾ അത് ടൈപ്പ് ചെയ്യാൻ തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് അത് അതുപോലെ തന്നെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പം ഞാനിവിടെ ഡെയിലി ക്ലോസ്ഡ് എബോവ് 50 മൂവിങ് ആവറേജ്. അപ്പോൾ എനിക്ക് 50 മൂവിങ് ആവറേജിന് ഡെയിലി ക്യാൻഡിൽ ക്ലോസ് ചെയ്ത സ്റ്റോക്കുകളാണ് എനിക്കിവിടെ വേണ്ടത്. അതിനായിട്ട് ഞാനിതിവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി റൈറ്റ് സൈഡിൽ ജനറേറ്റിംഗ് ഉണ്ട്. അവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ നമുക്കിവിടെ ഒരുപാട് സ്റ്റോക്കുകൾ കാണാം. അപ്പോൾ ഈ എല്ലാ സ്റ്റോക്കുകളും 50 മൂവിങ് ആവറേജിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്ത സ്റ്റോക്കുകളാണ്. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് ഒരു സ്റ്റോക്ക് ബജാജ് ഹെൽത്ത് കെയർ നമുക്ക് ആ സ്റ്റോക്ക് എടുത്തിട്ട് ഞാനത് അതിൻ്റെ ഇത് കാണിച്ചു തരാം. 50 മൂവിങ് ആവറേജിന് മുകളിലാണോന്ന്. അതിനായിട്ട് ട്രേഡിംഗ് വ്യൂ ആണ് എനിക്ക് കംഫർട്ട്. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ നമുക്ക് പോയിട്ട് ഇത് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ട്രേഡിംഗ് വ്യൂവിൽ ഓപ്പൺ ആക്കിയിട്ട് ആ ഒരു സ്റ്റോക്ക് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിൻ്റെ പേര് ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. ഇത് 50 മൂവിങ് ആവറേജിന് മുകളിലാണോ എന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി വെക്കാം. ഓക്കെ, 5 മിനിറ്റ് ഉള്ളത് അതൊരു 1 ഡേയിലാക്കി കൊടുക്കാം. അത് 5 മിനിറ്റിലാണ് കിടക്കുന്നത്. അപ്പോൾ ഇതിൽ 20 മൂവിങ് ആവറേജും കൂടി ഉണ്ട്. അപ്പോൾ അതൊന്ന് നമുക്ക് ക്യാൻസൽ ചെയ്ത് കൊടുക്കാം. 20 മൂവിങ് ആവറേജ് അല്ലെങ്കിൽ കൺഫ്യൂഷൻ വരും. സോ നമുക്ക് 20 മൂവിങ് ആവറേജ് അവിടെ ഓക്കെ അത് ക്ലോസ് ചെയ്തു. ഇപ്പോൾ 50 മൂവിങ് ആവറേജാണ് നമ്മളെ ചാർട്ടിൽ കാണുന്നത്. അപ്പോൾ സ്റ്റോക്ക് അതിന് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് മാത്രമല്ല ഈ ഒരു സ്റ്റോക്ക് ബ്രേക്കൗട്ട് നടത്തിയിട്ടുണ്ട് അല്ലേ. 50 മൂവിങ് ആവറേജിന് ക്രോസ് ചെയ്തതിന് ശേഷം അത്യാവശ്യം മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി വേണ്ടത് അടുത്തൊരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ഇനി നമുക്കിത് RSI വെച്ച് ചെയ്ത് നോക്കാം. ഡെയിലി RSI ബിലോ 30 സ്റ്റോക്സ് ആണ് എനിക്ക് വേണ്ടത്. അത് ഞാൻ ജനറേറ്റ് കൊടുക്കുന്നുണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരുപാട് സ്റ്റോക്കുകൾ ഇവിടെ കാണുന്നുണ്ട്. ഈ സ്റ്റോക്കൊക്കെ RSI 30ക്ക് താഴെയുള്ള സ്റ്റോക്കുകളാണ്. ഇതിൽ നിന്ന് ഒരു സ്റ്റോക്ക് എടുത്തിട്ട് നമുക്ക് നേരത്തെ ചെയ്ത പോലെ ട്രേഡിംഗ് വ്യൂവിൽ പോയിട്ട് നമുക്ക് നോക്കാം ഇതിൻ്റെ RSI എത്രയുള്ള കിടക്കുന്നത്. ഇതിൻ്റെ RSI കിടക്കുന്നത് 27.98ലാണ്. അപ്പോൾ സാധാരണ RSI ഉപയോഗിക്കുന്നവരൊക്കെ സ്വിംഗ് ട്രേഡ് ചെയ്യാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നവരൊക്കെ ഇതിനെ 30ക്ക് താഴെ വരുമ്പോൾ ഇതിനെ ബൈ ചെയ്യാറുണ്ട് സ്റ്റോക്കൊക്കെ. 80ന് മുകളിലോട്ട് പോകുമ്പോൾ ഈ സ്റ്റോക്ക് സെല്ല് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് തരം സ്ട്രാറ്റജികളായിക്കോട്ടെ, ഇനി ലോങ് ടൈമിന് പിക്ക് ചെയ്യുന്ന സ്റ്റോക്ക് ആയിക്കോട്ടെ, ഷോർട്ട് ടൈമിന് പിക്ക് ചെയ്യുന്ന സ്റ്റോക്ക് ആയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരുടെ റെക്കമെൻഡേഷൻ കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് തന്നെ ഈസി ആയിട്ട് സ്റ്റോക്ക് പിക്ക് ചെയ്യാൻ ഈ സ്ക്രീനേഴ്സിൽ വന്നു കഴിഞ്ഞാൽ കഴിയും. അതിന് ഉപകാരമായിട്ടാണ് മാജിക് ഫിൽറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്. ആദ്യമൊക്കെ അതിൽ ഫോർമുല നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്കത് മൈൻഡിൽ നിൽക്കില്ല. ഇപ്പോൾ വളരെ ഈസിയാണ്. നമ്മൾ ഗൂഗിളിലോ യൂട്യൂബിലോ സെർച്ച് ചെയ്യുന്ന പോലെ നമുക്ക് അവിടെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റോക്കുകൾ കിട്ടും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.